നമസ്കാരം. ബി.ജെ.പിയുടെ രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷയും സാക്ഷാൽ നരേന്ദ്രമോദിയും ബി.ജെ.പിയുടെ കേന്ദ്ര നേതാക്കളുമെല്ലാം കഴിഞ്ഞ 10 വർഷക്കാലത്തിലേറെയായി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് തമിഴ്നാട്ടിൽ കേവലം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാഹുൽ ഗാന്ധിയും മലയാളിയായിട്ടുള്ള കെ.സി. വേണുഗോപാലും കൂടെ ചേർന്ന് ബി.ജെ.പിക്ക് നടത്തി കൊടുത്തിരിക്കുന്നത്. സംഭവം പറഞ്ഞു വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയമെല്ലാം പ്രേക്ഷകർക്ക് നന്നായി അറിയാവുന്നതാണ്. അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അറുതി വരുത്തുക എന്നുള്ളത് ബി.ജെ.പിയുടെ പ്രഖ്യാപിത നിലപാടാണ്. ദേശീയ പാർട്ടികൾ അവിടെ അധികാരത്തിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്, പ്രത്യേകിച്ച് ബി.ജെ.പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ബി.ജെ.പി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായി. പക്ഷേ അതൊന്നും തന്നെ വേണ്ട രീതിയിലുള്ള ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ്. അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് ടി.വി.ക്ക് 108 സീറ്റ് എന്ന് പറയുന്ന അവരുടെ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയ് 2 സ്ഥലത്തു നിന്ന് ജയിക്കുകയും 108 സീറ്റിൽ അവർ മത്സരിച്ച് മുന്നേറ്റം നടത്തുകയും ചെയ്തു. പക്ഷേ 118 സീറ്റ് വേണം കേവല ഭൂരിപക്ഷം തേക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ അവിടെ മന്ത്രിസഭ രൂപീകരിക്കുക അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ നടപടിയുടെ തൊട്ടടുത്തായി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ടി.വിക്ക് സ്വാഭാവികമായിട്ടും CPM-നോടും മുസ്ലിം ലീഗിനോടും CPI-യോടും CPM-നും അതേപോലെ CPI-ക്കും 2 സീറ്റുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. സ്വാഭാവികമായിട്ടും അവരോട് എല്ലാവരും തന്നെ നമുക്ക് ചേർന്ന് ഭരിക്കാം, നമ്മളെ പിന്തുണയ്ക്കണം എന്നുള്ള റിക്വസ്റ്റ് നടത്തി. കോൺഗ്രസിനോടും സമാനമായിട്ടുള്ള റിക്വസ്റ്റ് നടത്തി. കോൺഗ്രസ് 5 സീറ്റ് അവിടെ ലഭിച്ചതുകൊണ്ട് തന്നെ കോൺഗ്രസ് പിന്തുണയ്ക്കാം എന്നുള്ള പ്രഖ്യാപനം നടത്തി. വലിയ ഒരു ഇടുത്തി പോലെയായിരുന്നു DMK ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഈ ഒരു കാര്യം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് DMK. DMKക്ക് സ്വാഭാവികമായിട്ടും 22 സീറ്റുകൾ ലോക്സഭയിലുണ്ട്, 22 MP-മാരുണ്ട് ലോക്സഭയിൽ. മാത്രമല്ല രാജ്യസഭയിൽ 10 MP-മാരും ഉണ്ട്. അങ്ങനെ നിലവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ DMK വിട്ട് അല്ലെങ്കിൽ DMKയുമായി ചേർന്ന അലയൻസിൽ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അതൊരു നിമിഷ നേരം കൊണ്ട് മറുകണ്ഠം ചാടി ടി.വിക്കുമായി സഖ്യമുണ്ടാക്കും എന്നുള്ളത് ഒരിക്കൽ പോലും DMK സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ DMKക്ക് ആ ഒരു വലിയ വിഷമം, ആ ഒരു വിഷമത്തിൽ മറികടക്കാൻ വേണ്ടി DMK വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ലോക്സഭാ സ്പീക്കർക്ക് DMKയുടെ നേതാവായിട്ടുള്ള കനിമൊഴി ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിൽ പറയുന്നത് ഇന്ത്യ അലയൻസിൻ്റെ ആ ബ്ലോക്കിൻ്റെ ഭാഗമായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഇനി ഇല്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പാർലമെൻറ്റിലാണെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലുള്ള രാജ്യസഭയിലും ലോക്സഭയിലും ആണെങ്കിലും ഓരോ ബ്ലോക്കായിട്ടാണ് ഇവർ ഇരിക്കുക. അതായത് NDA കക്ഷികളെല്ലാവരും ചേർന്ന ഒരു ബ്ലോക്ക്, അതേപോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ബ്ലോക്ക്, അങ്ങനെയൊരു രീതിയിലാണ് ഇരിക്കുന്നത്. ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലാതായിരിക്കുന്നവർ മറ്റൊരു ബ്ലോക്ക് എന്ന രീതിയിലാണ്. അപ്പോൾ ഈ ബ്ലോക്ക് അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ DMKയും ആം ആദ്മി പാർട്ടിയും CPM-ഉം CPI-യും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ഇവരെല്ലാം കോൺഗ്രസും എല്ലാം ചേർന്നുണ്ടായിരുന്ന 235 അംഗ സഭയാണ് ലോക്സഭ എന്ന് പറയുന്നത്. ഈ 235 അംഗ ലോക്സഭയിൽ ഈ ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി ഇരുന്നിരുന്ന ആ 22 MP-മാർ ഇനി മാറിയിരിക്കണം. അതിനുവേണ്ടി പ്രത്യേക ബ്ലോക്ക് അനുവദിച്ച് തരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും കനിമൊഴി ആ ഒരു റിക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല രാജ്യസഭയിലും സമാനമായി തന്നെ 10 MP-മാരാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി DMKക്ക് ഉള്ളത്, തമിഴ്നാട്ടിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭയിലും ഈ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് 235 MP-മാരുള്ള ഇന്ത്യ സഖ്യത്തിന് ഇനി ലോക്സഭയിൽ ഈ 22 MLA-മാരുടെ കുറവ് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യസഭയിലും അതേപോലെ തന്നെ 75 MP-മാരാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് 10 പേരുടെ കുറവ് വരികയും ചെയ്യും. ഈ 10 പേരും ഈ 22 പേരും അവർ BJPക്കൊപ്പമുള്ള NDA സഖ്യത്തിനൊപ്പം ചേരുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ ചേരാനുള്ള സാധ്യത എന്തായാലും പെട്ടെന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ദ്രാവിഡ രാഷ്ട്രീയവും BJPയും തമ്മിൽ വളരെ പെട്ടെന്ന് ചേരാനുള്ള സാധ്യത ഇല്ല. വളരെ പതുക്കെ ഒരു സ്ലോ ആയി 5-10 വർഷങ്ങൾ കൊണ്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിൽ അതിശയോക്തിയൊന്നുമില്ല. പക്ഷേ എന്തായാലും
നിലവിൽ ഇപ്പോൾ ഈ BJP-യുമായിട്ടുള്ള അലയൻസോ അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ചർച്ച നടന്നിട്ടില്ല. എന്തായാലും BJP വളരെ കാലമായി ഈ ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് DMK അവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. അതായത് DMK ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് DMK-നെ വളരെ പെട്ടെന്ന് തന്നെ തളർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പം DMK ഒപ്പം തന്നെ DMK-ക്ക് ആശ്രയമായി അല്ലെങ്കിൽ DMK-ക്ക് സഹായം ദേശീയ തലത്തിൽ ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് ഉണ്ട്. ഈ കോൺഗ്രസിനെ തമിഴ്നാട്ടിൽ വലിയ ശക്തിയില്ല, തമിഴ്നാട്ടിൽ കാര്യമായ വേരുകളില്ല എങ്കിലും ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തമിഴ്നാട്ടിൽ പ്രചരണത്തിൽ ഉണ്ടായിരുന്നതാണ്. സോണിയാഗാന്ധി ഉണ്ടായിട്ടില്ല, രാഹുൽ ഗാന്ധിയൊക്കെ തമിഴ്നാട്ടിൽ പ്രചരണത്തിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് DMK നേതാവിനെ കുറിച്ച് ഈ പറഞ്ഞിട്ടുള്ളത്, സ്റ്റാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: എൻ്റെ സഹോദരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സാധാരണ ആരെയും സഹോദരൻ എന്ന പൊതുവേദിയിൽ വിശേഷിപ്പിക്കാറില്ല, പക്ഷേ എൻ്റെ സഹോദരനായിട്ടാണ് ഞാൻ ഈ വേദിയിൽ സ്റ്റാലിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയുമില്ല എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനിടയിൽ അന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും സഹോദരനെ മറ്റൊരു സഹോദരൻ തേച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ നമുക്ക് പറയാം. അതേ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ DMK ഒട്ടും പിന്നോട്ട് നിന്നിട്ടില്ല. DMK അതിന് കൃത്യമായിട്ടുള്ള ചുട്ട മറുപടി തന്നെ കൊടുത്തിരിക്കുന്നു. 22 MP-മാർ ഇനി പ്രത്യേക ബ്ലോക്കായി തന്നെ ഇരിക്കാൻ പോകുന്നു ലോക്സഭയിൽ. അതേപോലെ തന്നെ രാജ്യസഭയിൽ ഈ പറയുന്ന 10 MP-മാർ അവരും പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ DMK-യും ADMK-യും തമ്മിലുള്ള അലയൻസിൻ്റെ കാര്യങ്ങൾ അവർ വലിയ ശക്തമായ രീതിയിൽ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ അലയൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ TVK മൊത്തം MLA-മാരെയും രാജിവെപ്പിക്കും എന്നുള്ള വലിയ ഭീഷണിയൊക്കെ വിജയ് ഇതിൻ്റെ ഭാഗമായിട്ട് മുഴക്കിയിട്ടുണ്ട്. എന്തായാലും വിജയ് 2 മണ്ഡലങ്ങളിൽ ജയിച്ചതിൽ ഒരു മണ്ഡലത്തിൽ എന്തായാലും രാജിവെക്കണം. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യം ഉണ്ട്. ഈ TVK-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള പ്രഖ്യാപനം ആകെ നടത്തിയത് ഒരേ ഒരു സർവേ ഏജൻസി മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും തന്നെ ഒരു 50-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് TVK-ക്ക് ലഭിക്കുക എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷൻസ് ഒക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. എന്തായാലും TVK വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ തമിഴ്നാട്ടിൽ DMK ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന DMK ഇന്ത്യ സഖ്യം വിടുന്നു. അത് ഇന്ത്യ സഖ്യത്തിന് വലിയ വിള്ളൽ ദേശീയ തലത്തിൽ ഉണ്ടാക്കും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലോക്സഭയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നടന്നിട്ടുള്ള വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിന്മേലൊക്കെ DMK ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് BJP-ക്കെതിരെ NDA-ക്കെതിരെ വോട്ട് ചെയ്തവരാണ്. ഇനി ഈ DMK ഇത്തരം നിലപാടുകൾ വരുന്ന ഘട്ടത്തിൽ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടിന് ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ NDA നിലപാടിന് ഒപ്പം നിൽക്കുമോ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്നുകൊണ്ട് കാണേണ്ടതാണ്. എന്തായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടിന് ഒപ്പം നിൽക്കാതിരിക്കുകയാണെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക്, അതായത് വോട്ട് എടുപ്പിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ 3/2 ഭൂരിപക്ഷം വേണം എന്നുള്ള ആ നിയമത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു സാങ്കേതികതയിലേക്കൊക്കെ BJP-ക്ക് മറികടക്കാൻ വേണ്ടി വലിയ ഗുണകരമാവും. എന്തായാലും DMK-യും കനിമൊഴിയും ഇന്ന് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയിട്ടുള്ള ഈ ഒരു കത്ത് എന്ന് തന്നെയാണ് ദേശീയ തലത്തിലെല്ലാം രാഷ്ട്രീയം അറിയുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാം കാണുന്നത്. എന്തായാലും കനിമൊഴി ഇന്ന് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയിട്ടുള്ള കത്ത് അത് BJP നേതാക്കളും അമിത്ഷയും ഒക്കെ ചില്ലിട്ട് തൻ്റെ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്രയ്ക്കും വലിയ ഗുണമാണ് ഈ രാഹുൽ ഗാന്ധിയും ഈ KC വേണുഗോപാലും ചേർന്ന് BJP-ക്ക് നടത്തി കൊടുത്തിരിക്കുന്നത്.